മറ്റാർക്കും അറിയാത്ത ഒരു നമ്മളുണ്ട്. നമുക്ക് മാത്രം അറിയുന്ന നമ്മൾ. ഒരിക്കലും ആ നമ്മളെ ആർക്കും മനസ്സിലാവില്ല എന്നതാണ് യഥാർത്ഥ സത്യം. എത്ര വിവരിച്ചു കൊടുത്താലും നമുക്ക് നമ്മളെ അറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. നമ്മുടെ മാത്രമായ ലോകമുണ്ട് ഓരോ മനുഷ്യരിലും. ആ ലോകത്ത് നിറയെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതീക്ഷകളുമുണ്ട്. നാം എന്ന പുസ്തകം വളരെ വിശാലമാണ്. ഓരോ താളുകളിലെ അക്ഷരങ്ങളും വരികളും എഴുത്തുകളും അനുഭവങ്ങളിലെ മുതൽക്കൂട്ടാണ്. ഓരോ മനുഷ്യരും വായിച്ചു തീരാത്ത ജീവിത പാഠങ്ങളാണ്. കാർമേഘം മൂടിയ മനസ്സിൽ കുളിർമഴ പെയ്യാൻ കടന്നു വരുന്ന ചില മുഖങ്ങൾ പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ ഇറങ്ങി നടക്കും. അതുവരെ തനിച്ചിരുന്ന് സന്തോഷവും ദുഃഖവും ആസ്വദിച്ചിരുന്ന നമ്മൾ ചേർത്ത് നിർത്തി പടികിടന്ന് പോയവരെ ഓർത്ത് വിതുമ്പി തുടങ്ങും. അപ്പോൾ മാത്രമായിരിക്കും ഒറ്റപ്പെടലിന്റെ വേദന നമ്മുടെ ഹൃദയത്തെ കാർന്നു തിന്നുന്നത്. ചേർത്ത് വെച്ചതൊന്നും സ്വന്തമല്ലെന്ന് മനസ്സിലാകുന്ന നാൾ മുതൽ നാം തിരികെ നടക്കും. അന്നോളം അനുഭവിച്ച എല്ലാ സന്തോഷങ്ങളും ഓർമ്മകളായി ഹൃദയത്തിൽ പേറി ഓരോ ദിനവും കടന്നു പോകും. ജീവിതം അങ്ങനെയാണോ? പല വേഷങ്ങളും പല രൂപങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളും നിറഞ്ഞൊരു നാടകവേദിയാണ്. കാറ്റും കോളും ഇടിയും പേമാരിയും ഉണ്ടാകും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചാറ്റൽ മഴയോടുകൂടി അതെല്ലാം അവസാനിക്കും. എന്നെ പോലെ ഞാനും തന്നെ പോലെ താനും മാത്രമുള്ളൂ എന്ന തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി നമുക്ക് നമ്മൾ മാത്രമുള്ളൂ എന്ന് മനസ്സിലാവാൻ. ആരുടെ മുന്നിൽ തുറന്ന പുസ്തകമാവാതിരിക്കുക. ചിലരൊക്കെ നമ്മെ ചേർത്ത് നിർത്തിയെങ്കിലും മറ്റു ചിലർ നമ്മുടെ സങ്കടവും ദുഃഖങ്ങളും വിറ്റ് നമ്മെ മുതലാക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ശാശ്വതമല്ലാത്ത ഈ ജീവിതത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തി മറ്റൊരാളുടെ ജീവിതത്തിൽ കടന്നു കയറി മാനസികമായും ശാരീരികമായും അവരെ ദ്രോഹിച്ച് നിങ്ങൾ എന്ത് സുഖമാണ് കണ്ടെത്തുന്നത്? എന്റെ മനസ്സ് വായിക്കാൻ എനിക്കും തന്റെ മനസ്സ് വായിക്കാൻ തനിക്ക് മാത്രമല്ലേ കഴിയൂ? ചേർത്ത് നിർത്താൻ കഴിയുമെങ്കിൽ ചേർത്ത് നിർത്തുക. അതിലുപരി ആരുടെയും സ്വകാര്യതയിൽ ഇടപെടാതിരിക്കുക, ചോദ്യം ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മളാണ്.